നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ എന്താണെന്ന് മനസ്സിലാക്കിയത്. എന്തായിരുന്നു എണ്ണൽ സംഖ്യകൾ? ഒന്നിൽ നിന്ന് തുടങ്ങുന്ന നമ്പേഴ്സ്, ഒന്ന് തൊട്ട് അങ്ങോട്ട് എണ്ണി പോകുന്ന നമ്പേഴ്സ് ആയിരുന്നു എണ്ണൽ സംഖ്യകൾ. സ്റ്റുഡൻറ് നമ്പർ ലൈനിൽ വീട് കാണിച്ചിട്ടുണ്ട് 1 2 3 4 5 ഡോട്ട്സ് ഇട്ടിരിക്കുന്ന, പിന്നെ അങ്ങോട്ട് പോകും, നമുക്ക് എത്ര വേണമെങ്കിലും അതിനെ കൊണ്ടുപോകാം. സോ ബേസിക്കലി നമ്മൾ ഈ എണ്ണൽ സംഖ്യകളെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. അതിലെ ഒരു തരം ക്ലാസിഫിക്കേഷൻ ആണ് ആദ്യം കാണാൻ പോകുന്നത്. എണ്ണൽ സംഖ്യകളെ വീണ്ടും നമുക്ക് തരംതിരിക്കാൻ പറ്റും. സോ അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുള്ള ആശയം തന്നെയാണ്. ഈ നമ്പേഴ്സിനെ, ഈ ഉള്ള നമ്പേഴ്സിനെയൊക്കെ നമുക്ക് രണ്ടായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ, രണ്ടായിട്ട് പേര് വിളിക്കാം. എങ്ങനെയൊക്കെ ചോദിച്ചാൽ ഓഡ് അല്ലെങ്കിൽ ഇവൻ, ഓഡ് ഓർ ഇവൻ. സോ ഓഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ, ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകൾ, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകൾ. കേട്ടിട്ടുണ്ടാവില്ലേ? ഒരുപക്ഷെ പലരും കേട്ടിട്ടുണ്ടാവണം ഈ ആശയം എന്താണെന്നുള്ളത്. സോ ഓഡ് അല്ലെങ്കിൽ ഇവൻ, ഇനി ഇങ്ങനത്തെ ആശയം കേൾക്കാത്ത ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഓഡ് ഓർ ഇവൻ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് ഓർമ്മയില്ലെങ്കിൽ, ഓർക്കാൻ പാടുണ്ടെങ്കിൽ അവിടെയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയാം. സ്കൂൾ കാലഘട്ടത്തിലേക്ക് വീണ്ടും പോവാം, സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ആയിക്കോട്ടെ. സോ അവിടെയൊക്കെ ഹാൻഡ് ക്രിക്കറ്റ്, കൈ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കണ്ടിട്ടെങ്കിലും ഉണ്ടാവും. സോ ക്രിക്കറ്റ് കളിയിൽ നമുക്ക് മെയിൻ ഒരു ഫാക്ടറാണ് ടോസ് ഇടുക. ശരിയാണല്ലോ? സാധാരണ ക്രിക്കറ്റ് കളിയിൽ നമുക്ക് ഈ ഹാൻഡ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ടോസ് ഇട്ടുകൊണ്ടിരുന്നത്? എങ്ങനെയായിരുന്നു? കോയിനാണോ ഫ്ലിപ്പ് ചെയ്യുന്നത്? അല്ലല്ലോ, പകരം എന്താണ്? ഓഡ് ഓർ ഇവൻ. ശരിയല്ലേ? ഓഡ് ഓർ ഇവൻ ചോദിക്കും, ഓഡ് ഓർ ഇവൻ വേണോ, അതിന്റെ ബേസിലാണ് ടോസ് ചെയ്ത് പോരുന്നത്. സോ അവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ നാച്ചുറൽ നമ്പറിലാണ് തന്നെ എടുത്തുകൊണ്ടിരുന്നത്, ഓഡ് ഓർ ഇവൻ. സോ ബേസിക്കലി പല സ്ഥലങ്ങളിലും നമ്മൾ ഈ ആശയങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സോ ഓഡ് ഓർ ഇവൻ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി ഒരു ലിങ്ക് തന്നേ ഉള്ളൂ. അറിയാവുന്നവരാണെങ്കിൽ ഓക്കെയാണ്, ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് പോയാൽ മതി. സോ ഓഡ് നമ്പേഴ്സ് ഏത്, ഇവൻ നമ്പേഴ്സ് ഏതെന്നാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമ്മുടെ നമ്പേഴ്സ് എന്നറിയാം. ഇരട്ട എന്ന് പറയുമ്പോൾ തന്നെ പറയാൻ പറ്റും, ഇരട്ടകളായിട്ട് വരുന്നത് 2 4 6 8 10 12 ഇങ്ങനെ പോകുന്നതായിരിക്കും ഇരട്ട സംഖ്യ. സോ ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? ഒറ്റ സംഖ്യ. സോ ഈസി ആയിട്ട് പറയാൻ പറ്റും ഏതൊക്കെ ഒറ്റ സംഖ്യ വരാൻ പോകുന്നത്. 1 3 5 7 9 11 ഇങ്ങനെ പോകും. 1 3 5 7 9 11 എക്സെട്ര ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ്. ഇരട്ട സംഖ്യയാണെങ്കിൽ 2 4 6 8 10 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ്. ശരിയല്ലേ? സോ ഓഡ് നമ്പർ തുടങ്ങുന്നത് ഓഡ് നമ്പർ ആണെന്ന് മനസ്സിലായി. 1 ഓഡിൽ ഓ ഉണ്ട്, 1ൽ ഓ ഉണ്ട്, അല്ലെങ്കിൽ ഒറ്റ സംഖ്യയിൽ ഒരു ഓ ഉണ്ട്, ഒന്നെന്ന് പറയുമ്പോഴും ഓ ഉണ്ട്, അങ്ങനെ റിലേറ്റ് ചെയ്യാം. സോ തുടങ്ങുന്ന ഒറ്റ സംഖ്യയാണ്, പിന്നെ വരുന്ന ഇരട്ട സംഖ്യയാണ്, അടുത്ത ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ. സോ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യയുടെ ജോഡികളാണ് നമ്മൾ എണ്ണൽ സംഖ്യയിൽ എടുത്താൽ വരുന്നത്. ഓർത്തുമാണ്, നമ്മൾ അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യകളുടെ ജോഡി എടുത്താൽ എപ്പോഴും അതിനകത്തൊരു ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യ ഉണ്ടാവും, ഒരു ഓഡ് നമ്പർ ഇവൻ നമ്പർ ഉണ്ടാവും. അത് മനസ്സിൽ വെച്ചോളൂ. പിന്നെ ഹാൻഡ് ക്രിക്കറ്റിന്റെ ഓഡ് ഓർ ഇവൻ ആശയം അതും മനസ്സിൽ വെച്ചോളൂ. ഹാൻഡ് ക്രിക്കറ്റ് ഒന്ന് ഓർത്തെടുത്തോളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സെഷന്റെ അവസാനം നമ്മൾ അതുമായിട്ട് ലിങ്ക് ചെയ്ത് 1 2 കാര്യങ്ങൾ പറയുന്നുണ്ടാവും. സോ ബേസിക് ക്ലാസിഫിക്കേഷൻ മനസ്സിലായല്ലോ. 1 2 3 4 5 6 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിന് നമുക്ക് ബേസിക് ആയിട്ട് ഓഡ് അല്ലെങ്കിൽ ഈവൻ, ഈ രണ്ട് ആൾക്കാരും മാത്രമേ ഇതിനകത്തുള്ളൂ, നാച്ചുറൽ നമ്പേഴ്സിലുള്ളൂ. ഓഡ് നമ്പർ അല്ലെങ്കിൽ ഈവൻ നമ്പർ ആയിരിക്കും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ. സോ ഇത് കൂടാണ്ട് മറ്റൊരു രീതി കൂടി നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ നമ്പേഴ്സിനെയൊക്കെ ഭാഗിക്കാൻ പറ്റുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ആ തരങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് ആശയത്തിലേക്ക് പോവാം. ഇതൊക്കെ ബേസിക് ആണ്. ഈ തരങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും, പലരും കേട്ട് കാണും. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും പറയുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, കാരണം ആവശ്യം വരുന്നുണ്ടാവും, എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ആവശ്യം വരും. സോ നമ്മൾ തരങ്ങളൊന്നും എഴുതാൻ പോകണേ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യ, കേട്ടിട്ടുണ്ടാവുമല്ലോ. പ്രൈം നമ്പർ. പിന്നെയുള്ളത് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഭാജ്യസംഖ്യ. സോ ഭാജ്യസംഖ്യ അഭാജ്യ സംഖ്യ ഇങ്ങനെ രണ്ടായിട്ട് വീണ്ടും നമുക്ക് ഇവയെ തരംതിരിക്കാം. ഈ രണ്ട് രീതിയിലും കാണാം. ഇത് ഏതിന്റെ അടിസ്ഥാനത്തില? ബേസ്ഡ് ഓൺ ഡിവിസിബിലിറ്റി, ഭാഗിക്കാൻ പറ്റുന്നതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഘടകങ്ങളുടെ അടിസ്ഥാനം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. സോ ഭാജ്യസംഖ്യ എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും, ഭാഗിക്കാൻ പറ്റുന്നത്. അപ്പൊ അഭാജ്യ സംഖ്യ ഭാഗിക്കാൻ പറ്റാത്തതെന്നായിരിക്കും ഒരു പക്ഷെ ചിലവരുടെ മനസ്സിലെങ്കിൽ വരുന്നത്. അങ്ങനെയല്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കാം. അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്താണെന്ന് മനസ്സിലാക്കാൻ ചെറിയൊരു എക്സാമ്പിൾ വീണ്ടും എടുത്താലോ. അത്ര ലോജിക്കൽ അല്ലെങ്കിലും ചെറിയൊരു ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരു വീടെടുക്കാം. സോ ഒരു വീടുണ്ട്. ഈ വീടിനെ, ഈ ഒറ്റ വീടുള്ളൂ, ഇതിനെ ഭാഗിക്കണം. ഒത്തിരി അവകാശങ്ങളുണ്ടെന്നിരിക്കട്ടെ. എത്ര പേർക്ക് വായിക്കാൻ പറ്റും? 3 പേരുണ്ടെങ്കിലും എത്ര പേർക്ക് നമുക്ക് വായിക്കാൻ പറ്റും? ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റൂ. സോ ആ വീട് ഒരാൾക്ക് കൊടുക്കാം. അല്ലാണ്ട് വായിക്കുന്ന കേസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. സോ ഒരാൾക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലെങ്കിൽ ആ വീടങ്ങ് പൊളിച്ചോളാന്നേ. ആ വീട് പൊളിച്ചോളാം, സ്ഥലം മാത്രമാവില്ലേ, അതിനെ ഭാഗിക്കാമല്ലോ. സോ ഒന്നെങ്കിൽ നമുക്ക് ഒരാൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ആ വീടിനെ വീട് കൊണ്ട് ഭാഗിക്കാം.
ആശയം കണക്ട് ചെയ്യാൻ പറ്റുമോ? രണ്ട് കേസുകൾ അവിടെ ഉള്ളൂ. ഒരാൾക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ വീടിനെ വീടുകൊണ്ട് ബാധിക്കുന്നു. സോ പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ട് ഹാരകങ്ങൾ ഓർ ഡിവൈസേഴ്സ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ കണ്ട ഹാരകങ്ങൾ അല്ലെങ്കിൽ ഡിവൈസേഴ്സ്. സോ രണ്ട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിവൈസേഴ്സ്, ഹാരകങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങളെ ഉള്ളെങ്കിൽ നമ്മൾ അവയെ അഭാജ്യ സംഖ്യ എന്ന് പറയും. സോ രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, രണ്ടിൽ കൂടുതൽ ഹാരകങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവയെ ഭാജ്യ സംഖ്യ എന്ന് പറയും. ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് മറ്റൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ അല്ല, നമുക്ക് ആദ്യത്തെ അഭാജ്യ സംഖ്യ എടുത്തു നോക്കാം. ആദ്യത്തെ അഭാജ്യ സംഖ്യ 2 ആണ്. സോ 2, ഈ 2 പെൻസ് എടുത്തു, ഇത് 2 വിചാരിച്ചോ. ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് ഭാഗിക്കാൻ നോക്കാം. ഇങ്ങനെ ഒറ്റ സെറ്റായിട്ട് കൊടുക്കാം, ശരിയാണല്ലോ? ഇല്ലെങ്കിൽ ഓരോന്നായിട്ട് കൊടുക്കാം. സോ ഈ 2നെ 1 കൊണ്ട് ഭാഗിച്ചാൽ ഇങ്ങനെ ഒറ്റയടിക്ക് കൊടുക്കാം. 2നെ 2ആയിട്ട് ഭാഗിച്ചാലോ ഓരോന്നോരോന്ന് കൊടുക്കാം. വേറെ എന്തെങ്കിലും ഇതിനകത്ത് ഭാഗിക്കാൻ കേസുകളുണ്ടോ? ഇല്ലല്ലോ. സോ ഇതാണ് പറഞ്ഞത് രണ്ട് ഫാക്ടേഴ്സ്. രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. ഫാക്ടേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ഘടകങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. സോ ഫാക്ടേഴ്സ് എന്താണ്, ഘടകങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മറ്റൊരു സെഷനിൽ പഠിക്കുന്നുണ്ടാവും. ഇപ്പൊ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി അല്ലെങ്കിൽ ഓർത്തിരുന്നാൽ മതി ഈ പേരുകൾ. 2 ഫാക്ടേഴ്സ് ഓർ ഘടകങ്ങൾ, ഇതിനെ ഡിവൈസേഴ്സ് എന്നോ ഹാരകങ്ങൾ എന്നോ പറയും. സോ രണ്ട് ഫാക്ടേഴ്സേ ഉള്ളെങ്കിൽ നമുക്ക് അവയെ പ്രൈം നമ്പർ എന്ന് വിളിക്കാം. ആദ്യത്തെ പ്രൈം നമ്പർ 2 ആണ്. നമ്മുടെ എണ്ണൽ സംഖ്യയിൽ ആദ്യത്തെ പ്രൈം നമ്പർ 2 ആണ്. അടുത്ത 3 ഉണ്ട്. കാരണം 3നെ നമുക്ക് 3 കൊണ്ടും ഭാഗിക്കാം, 1 കൊണ്ടും ഭാഗിക്കാം. വേറെ സംഖ്യകൾ കൊണ്ട് ഭാഗിക്കാൻ പറ്റില്ല. 2 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് നിശേഷം ഭാഗിക്കാൻ പറ്റത്തില്ല. 2, 3 ഉണ്ട്. അടുത്ത വരുന്ന 4 ആണ് നമ്മുടെ നമ്പർ അല്ലേ. 4 എന്ന് പറയുന്നത് അഭാജ്യമായിരിക്കും ഭാജ്യമായിരിക്കും? 4നെ ഈസി ആയിട്ട് പറയാൻ പറ്റും. 4നെ 4 കൊണ്ട് ഭാഗിക്കാമല്ലോ. അടുത്ത 4നെ നമുക്ക് 2 കൊണ്ട് ഭാഗിക്കാം, 4നെ 1 കൊണ്ടും ഭാഗിക്കാം. സോ നമുക്ക് 2ൽ കൂടുതൽ കേസസ് വന്നില്ലേ, 2ൽ കൂടുതൽ സാധ്യത വന്നില്ലേ. സോ 2ൽ കൂടുതൽ ഘടകങ്ങൾ അവിടെയുണ്ട്. 1ഉം 2ഉം 4ഉം ആണ് അതിന്റെ ഘടകങ്ങൾ. 2ൽ കൂടുതൽ ഹാരകങ്ങളുണ്ട്. സോ തീർച്ചയായും ഇത് എന്തായിരിക്കും? കോമ്പോസിറ്റ് ആയിരിക്കും. സോ നമ്മുടെ ഫസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ വരുന്നത് 4 ആണ്. പിന്നെ വരാൻ പോകുന്നത് 6 ആണ്. പിന്നെ 8 ഉണ്ട്, 9 ഉണ്ട്. സോ ഇതിനിടയിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എവിടെ വരും? ഇവിടെ അഭാജ്യ സംഖ്യ വരും, പ്രൈം നമ്പറിൽ വരും. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 വരത്തില്ല, 10 വരത്തില്ല, 11 ഉണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ പ്രൈം നമ്പർ കോമ്പോസിറ്റ് നമ്പറിന്റെ ബേസിക് ആശയം മനസ്സിലാക്കിയാൽ മതി. പ്രൈം നമ്പർ എന്ന് വെച്ചാൽ രണ്ട് ഘടകങ്ങൾ ഓർ ഫാക്ടേഴ്സ് ഓർ ഡിവൈസസ്. ആ വീഡിയോ ആയിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി. പ്രൈം നമ്പർ മറക്കത്തില്ല. ഭാജ്യ സംഖ്യ എന്ന് വെച്ചാൽ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭാജ്യ സംഖ്യ ആയിരിക്കും, കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. ഫസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഓർത്തോളം 4 ആണ്. ഫസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്. ഇനി മറ്റൊരു പ്രത്യേകത, ഇരട്ടയായിട്ടുള്ള ഒരൊറ്റ പ്രൈം നമ്പറേ ഉള്ളൂ, 2 ആണ്. ബാക്കി എല്ലായിടത്തും നോക്കൂ, അതെല്ലാം ഒറ്റ സംഖ്യകളായിരിക്കും, ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. പ്രൈം നമ്പേഴ്സിൽ ഓഡ് നമ്പേഴ്സ് ആണ് ബാക്കിയെല്ലാം. 2 ഒഴികെ ബാക്കി വരുന്നതൊക്കെ ഓഡ് നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. സോ 2 എന്ന് പറയുന്ന ഒരൊറ്റ ഇരട്ട സംഖ്യ മാത്രമേ പ്രൈം ആയിട്ടുള്ളൂ. എല്ലാ ഓഡ് നമ്പേഴ്സും പ്രൈം അല്ല കേട്ടോ. കാരണം 9 ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഇരട്ട സംഖ്യയായിട്ട് ഒരൊറ്റ പ്രൈം നമ്പറേ വരത്തുള്ളൂ, അത് 2 ആണ്. ബാക്കി വരുന്ന പ്രൈം നമ്പേഴ്സ് ഒക്കെ ഓഡ് നമ്പേഴ്സ് മാത്രമേ വരത്തുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത്. സോ ഈ ബേസിക് ആശയങ്ങൾ മനസ്സിലായെങ്കിൽ 1-2 ഇമ്പോർട്ടൻറ്റ് ടിപ്സ് കൂടി പ്രൈം നമ്പേഴ്സിന്റെ നമുക്ക് നോക്കാം. അതായത് സാധാരണ ബേസിക് ലെവൽ എക്സാംസിലൊക്കെ ചോദിക്കാറുള്ളത്, ഇപ്പോൾ 1 തൊട്ട് 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 1 തൊട്ട് 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? അതിൽ 1 തൊട്ട് 50, 51 തൊട്ട് 100 എത്രയാണെന്ന് നോക്കാം. അതിന് മുമ്പ് മറ്റൊരു ചെറിയ കാര്യം കൂടി പറയുന്നു. നമ്മൾ ഇവിടെ 2, 3, 4, 5, 6, 7, 8, 9, പിന്നെ ഇവിടെ തന്നെ 10 വരും, 11 ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ എണ്ണൽ സംഖ്യ തുടങ്ങുന്ന ഇടുന്ന 1ൽ നിന്നല്ലേ. ഈ 1 ഇവിടെ രണ്ടിടത്തും വന്നിട്ടില്ലല്ലോ. സോ 1 എന്ത് ടൈപ്പ് സംഖ്യയാണ്? ഭാജ്യമാണോ അഭാജ്യമാണോ? ആക്ച്വലി 1 എന്ന് പറയുന്നത് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ് ആണ്. ഭാജ്യവുമല്ല അഭാജ്യവുമല്ല. നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്. എന്തുകൊണ്ടായിരിക്കാൻ കാരണം പ്രൈം നമ്പർ ആവണമെങ്കിൽ, അഭാജ്യ സംഖ്യ ആവണമെങ്കിൽ 2 ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. 2 ഘടകങ്ങളെ ഉണ്ടാവുള്ളൂ. കോമ്പോസിറ്റ് ആവണമെങ്കിൽ 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. 1 എന്ന് പറയുന്ന സംഖ്യക്ക് 1 എന്ന് പറയുന്ന സംഖ്യ എത്ര ഘടകമുണ്ട്? ഒരൊറ്റ ഘടകമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആ ആള് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ് ആണ്. ഓർത്ത് വെച്ചോണം. സോ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആശയത്തിലേക്ക് വീണ്ടും പോകുന്നു. 1 തൊട്ട് 100 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്നാണ്. എത്ര പ്രൈം നമ്പേഴ്സിലെ അഭാജ്യ സംഖ്യകൾ 25 എണ്ണം ഉണ്ട്, 25 ഉണ്ട്. അത് ഏതൊക്കെയെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമൊന്നും വേണ്ട. അത് നമുക്ക് ആ സെഷനിലേക്ക് പിന്നീട് പോവാം.
അതിൽ 1 തൊട്ട് 50, ഈ 1 തൊട്ട് 100 വരെ നമ്മൾ രണ്ടായിട്ട് കണ്ടാൽ 1 തൊട്ട് 50 വരെ നമുക്ക് 15 എണ്ണം ഉണ്ട്. അപ്പൊ തീർച്ചയായും 51 തൊട്ട് 100 വരെ എത്രയായിരിക്കും? 10 എണ്ണം. സോ ഇങ്ങനെയായിരിക്കും തരംതിരിവ് വരുന്നത്. 1 തൊട്ട് 100 വരെ 25 എണ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ആദ്യത്തെ പ്രൈം നമ്പർ 2 ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇരട്ടയായിട്ട് ഒരൊറ്റ പ്രൈം നമ്പർ ഉള്ളത് 2 ആണ്. 1 എന്ന് പറയുന്നത് പ്രൈമുമല്ല, കോമ്പോസിറ്റും അല്ല, ഭാജ്യമല്ല, അഭാജ്യമല്ല. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോകുന്നു. 1 തൊട്ട് 100 വരെ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 1 തൊട്ട് 100 വരെ എത്ര ഭാജ്യ സംഖ്യകളുണ്ട്? എത്ര ഭാജ്യ സംഖ്യ, ഒരു കോമ്പോസിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 1 തൊട്ട് 100 വരെ 100 സംഖ്യ ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ 25 എണ്ണം പ്രൈം നമ്പർ ആണ്, അഭാജ്യമാണെങ്കിൽ ബാക്കി എത്ര? ബാക്കി 75 എണ്ണം ഭാജ്യം എന്നായിരിക്കും പറയാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്. കാര്യം എന്താ? 1 എന്ന് പറയുന്ന സംഖ്യ ഭാജ്യമല്ല, അഭാജ്യമല്ല. സോ ആൾ ഇവിടെ വരത്തില്ലല്ലോ. ആ 1 എടുത്ത് കളയണം. 1 എടുത്ത് കളഞ്ഞാൽ 25 1 പോയി 26 എണ്ണം മാറി, ബാക്കി 74 എണ്ണം. ഇത് ഓർത്തോണം, 74 ഭാജ്യ സംഖ്യകളെ 1 തൊട്ട് 100 വരെയുള്ളൂ. സോ ഇത്രയുമാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ഓർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഒരു അഡീഷണൽ ഫാക്ട് കൂടി പറയാം. നോർമലി സാധാരണ ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ജസ്റ്റ് അറിഞ്ഞതോളൂ. നമ്മൾ 1 തൊട്ട് 100 വരെയുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം പറഞ്ഞില്ലേ? 1 തൊട്ട് 1000 വരെ എത്ര ഉണ്ടെന്ന് കൂടി നോട്ട് ചെയ്തോളൂ. 1 തൊട്ട് 1000 വരെ, 1 തൊട്ട് 1000 വരെ എത്രയുണ്ടെന്ന് വെച്ചാൽ 168 എണ്ണം ഉണ്ട്. 168 പ്രൈം നമ്പേഴ്സ് 1 തൊട്ട് 1000 വരെ ഉണ്ട്. ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ വേണമെങ്കിൽ നാളെ ചോദിച്ചെന്ന് വരാം. സോ അതിന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സോ ബേസിക്കലി ഹരിക്കാൻ പറ്റുന്നതിന്റെ അടിസ്ഥാനത്തിൽ, വായിക്കാൻ പറ്റുന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ടുണ്ട്: പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും, അഭാജ്യ സംഖ്യയും ഭാജ്യസംഖ്യയും. ഇതിൽ 1 എന്ന് പറയുന്നത് നമ്മുടെ സംഖ്യ മാത്രമാണ്, ഭാജ്യം അഭാജ്യം അല്ലാത്തത്. ബാക്കിയെല്ലാം നമുക്ക് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഉൾപ്പെടുന്നുണ്ടാവും. സോ ഇതിൽ ഒരു സംഖ്യ ഭാജ്യമാണോ അഭാജ്യമാണോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഈ ആശയങ്ങളൊക്കെ നമുക്ക് പിന്നീട് കാണുന്നുണ്ടാവും. അതുപോലെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഇതെല്ലാം നമുക്ക് ഇനിയുള്ള സെഷൻസിൽ വരുന്നുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഉദ്ദേശം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നതിന്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കുക എന്ന് മാത്രമായിരുന്നു. അതിൽ ഓഡ് ഓർ ഈവൻ ഉണ്ടെന്ന് കണ്ടു. അത് മാത്രമേ നമുക്ക് ഈ സംഖ്യാരേഖയിലുള്ളൂ. പിന്നെ ഹരിക്കാൻ പറ്റുന്നതിന്റെ, വായിക്കാൻ പറ്റുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഈ സബ് ഡിവിഷൻ, പ്രൈമും കോമ്പോസിറ്റും. അതിൽ 1 എന്ന് പറയുന്ന സംഖ്യ ഇത് രണ്ടിനും വരത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും ആദ്യത്തെ പ്രൈം നമ്പർ 2 ആണ്. ഇരട്ട ഒറ്റ പ്രൈം നമ്പർ അതിന് 2 ആണ്. കോമ്പോസിറ്റ് നമ്പർ വരെ 4 ആണ്. പിന്നെ ഈ പറഞ്ഞ ആശയങ്ങൾ നോട്ട് ചെയ്തോണം. ഈ കാണുന്ന ആശയങ്ങളും കൂടി നോട്ട് ചെയ്ത് വെച്ചോണം. സോ മറ്റൊന്നും തന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. നമ്മൾ ഇതുവരെ കണ്ട ആശയങ്ങൾ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഏതൊക്കെയായിരുന്നു ആശയങ്ങൾ? ആദ്യമേ കണ്ടത് സംഖ്യകളും അതിന്റെ തരങ്ങളും. അതിനുശേഷം നാച്ചുറൽ നമ്പേഴ്സ്, അതിന്റെ ഫസ്റ്റ് തരമായ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകളെ കുറിച്ച് ഒന്നുകൂടി ഡീപ്പായിട്ട് കണ്ടു. എന്തൊക്കെയാണ് അതിൽ നമ്മൾ കണ്ടത്? എണ്ണൽ സംഖ്യ ബേസിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാണ്. കൂടാണ്ട് അതിന്റെ ഹരണത്തിന്റെ അടിസ്ഥാനത്തിൽ, വായിക്കാൻ പറ്റുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് പ്രൈം നമ്പർ അഭാജ്യ സംഖ്യയും കോമ്പോസിറ്റ് നമ്പർ ഭാജ്യസംഖ്യയും എന്നാണെന്ന് മനസ്സിലാക്കി. അതിന്റെ കുറച്ച് ബേസിക് ആശയങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. നമ്മൾ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആശയത്തിലേക്ക് പോവുകയാണ്. പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ, സ്ഥാനവിലയും മുഖവിലയും. ഒരു പക്ഷെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. സ്ഥാനവില, നമ്മളൊരു കമ്പനി എടുത്താലോ ഒരു ഓർഗനൈസേഷൻ എടുത്താലോ അല്ലെങ്കിൽ ഇവൻ വീട് എടുത്താലും ഓരോ ആൾക്കാർക്കും അവരുടെ സ്ഥാനങ്ങളില്ലേ? ആ സ്ഥാന വിലകളും നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്, ശരിയാണല്ലോ. ഇനി മുഖവില എന്ന് പറഞ്ഞാലോ അതും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാളുടെ മുഖവില ചോദിച്ചാൽ ആൾ തന്നെയല്ലേ. സോ നമ്മുടെ സംഖ്യകളുടെ കേസിൽ, നമ്പേഴ്സിന്റെ കേസിൽ നമുക്ക് സ്ഥാനവിലയും മുഖവില എന്താണെന്ന് മനസ്സിലാക്കാം. അതിൽ ഏറ്റവും ആദ്യം നമുക്ക് പ്ലേസ് വാല്യൂയിലേക്ക് പോവാം. സോ പ്ലേസ് വാല്യൂ അഥവാ സ്ഥാനവില മനസ്സിലാക്കണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നോർമലി ബാങ്കിലൊക്കെ പോയി ക്യാഷ് റെമിറ്റ് ചെയ്യുന്ന സ്ലിപ്പ് പൂരിപ്പിക്കുകയാണെങ്കിൽ, സോ അവിടെ നമ്മൾ എത്ര എമൗണ്ട് എന്നൊക്കെ നമ്മൾ എഴുതിയിട്ട് എമൗണ്ട് ഇൻ വേർഡ്സ് കാണും. ഇവൻ ചെക്കിലൊക്കെ ഉണ്ട്, ചെക്ക് ബുക്ക് എടുത്താലും മതി. അതോടെ എമൗണ്ട് ഇൻ വേർഡ്സ്, വാക്യങ്ങളിൽ എമൗണ്ട് എഴുതുക, തുക എഴുതുക. ആ വാക്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ സംഖ്യകളുടെ സ്ഥാനവില മനസ്സിലാവും. ആ സംഖ്യയിലെ അക്കങ്ങളുടെ സ്ഥാനവില മനസ്സിലാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. 5642 എന്ന് പറയുന്നു. 5642, 5642.
ഇങ്ങനെ ഉച്ചരിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ഥാനവില മനസ്സിലായി കാണില്ലേ? മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരാം. സോ സ്ഥാനങ്ങൾ നമ്മൾ നോർമലി പറയുന്നത് സംഖ്യകളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ, നമ്പേഴ്സിന്റെ കേസിൽ പറയുമ്പോൾ വൺസ് പ്ലേസ്, ഒറ്റ സ്ഥാനം 10, 100, 1000, 10000 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? വൺസ് പ്ലേസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000, 10,000 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഈ നമ്പർ നമുക്കിപ്പോൾ എടുത്താൽ, ഈ 5642 എന്ന് പറഞ്ഞ നമ്പർ എടുത്താൽ നമുക്കിത് ഇവിടുന്ന് നമ്മളെപ്പോഴും തുടങ്ങാം. ഇത് വൺസ് പ്ലേസ്, ശരിയാണല്ലോ? ഇത് വൺസ് പ്ലേസ്, ഇത് ടെൻസ് പ്ലേസ്, 10ാം സ്ഥാനം, ഇത് ഹൺഡ്രഡ്സ് പ്ലേസ്, 100ാം സ്ഥാനം, ഇത് തൗസൻഡ്സ് പ്ലേസ്, 1000 സ്ഥാനം. നമുക്ക് നിലവിൽ ഇവിടെ 1000 വരെ പോയി പറ്റുള്ളൂ. സോ ഇതിൽ 2ന്റെ പ്ലേസ് വാല്യൂ, 2 എന്ന് പറയുന്ന സംഖ്യയുടെ പ്ലേസ് വാല്യൂ ചോദിക്കുകയാണെങ്കിൽ പ്ലേസ് വാല്യൂ അഥവാ സ്ഥാനവിലക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ആ സംഖ്യ ഇൻറ്റു കറസ്പോണ്ടിങ് സ്ഥാനം, ആ അക്കം ഇൻറ്റു കറസ്പോണ്ടിങ് സ്ഥാനം, എത്രയായിരിക്കും ഇതിന്റെ സ്ഥാനവില? 2 തന്നെ ആയിരിക്കത്തില്ലേ പ്ലേസ് വാല്യൂ? കാരണം 2 × 1 ചെയ്താൽ 2 അല്ലേ? PV എന്ന് വെച്ചാൽ പ്ലേസ് വാല്യൂ, സ്ഥാനവില ഉദ്ദേശിച്ചത്. അടുത്ത 4 എന്ന് പറയുന്ന സംഖ്യ അല്ലെങ്കിൽ അക്കത്തിന്റെ സ്ഥാനവില ചോദിച്ചാൽ, പ്ലേസ് വാല്യൂ ചോദിച്ചാൽ എന്ത് എഴുതാൻ പറ്റും? 4 × 10 40. നെക്സ്റ്റ് 6ന്റെ ആണെങ്കിൽ പ്ലേസ് വാല്യൂ ചോദിച്ചാൽ 6 × 100 600. എന്താ നമ്മൾ ചെയ്യുക? സംഖ്യ ഇൻറ്റു കറസ്പോണ്ടിങ് സ്ഥാനം. അടുത്ത 5ന്റെ ആണെങ്കിലോ പ്ലേസ് വാല്യൂ എന്ന് വെച്ചാൽ 5 × 1000 5000, ശരിയല്ലേ? ആക്ച്വലി നമ്മൾ ഇതിനെ എങ്ങനെ വായിക്കുക? 5642, 5642. ആ ഉച്ചാരണത്തിൽ തന്നെ നമുക്ക് പ്ലേസ് വാല്യൂസ് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത് ഇതാണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ആശയം എന്ന് പറയുന്നത്. സോ 5ന്റെ ഈ സംഖ്യയിൽ 5 എന്ന് പറയുന്ന അക്കത്തിന്റെ സ്ഥാനവില 5000 ആണ്. 5000 6 എന്ന് പറയുന്ന അക്കത്തിന്റെ സ്ഥാനവില 600 ആണ്, 600 അതുപോലെ 4 എന്ന് പറയുന്ന അക്കത്തിന്റെ സ്ഥാനവില 40 ആണ്, 4 10 അടുത്ത 2 എന്ന് പറയുന്ന അക്കത്തിന്റെ സ്ഥാനവില 2 ആണ്, ഒരേ ഒരു 2 ഉള്ളൂ. സ്ഥാനവില മനസ്സിലായല്ലോ. നെക്സ്റ്റ് മുഖവില. നേരത്തെ നമ്മൾ പറഞ്ഞു മുഖവില എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ. മുഖവില എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖവില ചോദിച്ചാൽ എന്തായിരിക്കും? നമ്മൾ തന്നെയല്ലേ നമ്മുടെ മുഖവില എന്ന് പറയുന്നത്. സോ സംഖ്യയുടെ കേസിലും സെയിം ആണ്, നമ്പേഴ്സിന്റെ കേസിലും സെയിം ആണ്. ഒരു നമ്പറിൽ ഒരു അക്കത്തിന്റെ മുഖവില ചോദിച്ചാൽ ആ അക്കം തന്നെയാണ്. സോ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ 5642 എടുത്താൽ 5642 എടുത്താൽ ഇതിനകത്ത് 2ന്റെ മുഖവില ചോദിച്ചാൽ എന്തെന്ന് പറയും? 2ന്റെ മുഖവില ചോദിച്ചാൽ 2 തന്നെ, കാരണം അതേ സംഖ്യ തന്നെയാണ്. സോ 2ന്റെ മുഖവില ചോദിച്ചാൽ 2 തന്നെയാണ്, ഫേസ് വാല്യൂ 2 ആണ്. 4ന്റെ ചോദിച്ചാലും 2 തന്നെയാണ്. 4ന്റെ ചോദിച്ചാലും 4 തന്നെയാണ്, 2 അല്ല, ക്ഷമിക്കണം, 4 തന്നെയാണ്. 6ന്റെ ചോദിച്ചാലും അതേ സംഖ്യയാണ്, അതേ സംഖ്യ വെച്ചാൽ 6 തന്നെ. 5ന്റെ ചോദിച്ചാലും അതേ സംഖ്യ വെച്ചാൽ 5 തന്നെ. സോ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതേ സംഖ്യ തന്നെയായിരിക്കും. പ്ലേസ് വാല്യൂ വെച്ചാൽ സ്ഥാനവിലയാണ്. സ്ഥാനവും ആ കറസ്പോണ്ടിങ് സംഖ്യയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്, ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും സ്ഥാനവില. ഇല്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ നമ്മൾ ഉച്ചാരണ രൂപത്തിൽ പറഞ്ഞാൽ നമുക്ക് കിട്ടും സ്ഥാനവില. സോ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ. എന്താണ് സ്ഥാനവില, എന്താണ് മുഖവില? ഇനി ചോദ്യ രൂപേണ പറയുകയാണെങ്കിൽ നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം ഈ സ്ഥാനവില മുഖവിലയായിട്ട് ബന്ധപ്പെട്ട്. സോ ഒരു സംഖ്യ എടുക്കാം, 9875 9875 എന്ന് പറയുന്ന ഒരു സംഖ്യയിൽ 8ന്റെ നമുക്ക് വേണ്ടത് സ്ഥാനവില, 8ന്റെ സ്ഥാനവില വേണം, 5ന്റെ മുഖവില വേണം, ഫേസ് വാല്യൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല, ഈസി ആയിട്ട് പറയാൻ പറ്റത്തില്ലേ? സോ 8 എന്ന് പറയുന്ന അക്കത്തിന്റെ പ്ലേസ് വാല്യൂ, സ്ഥാനവില. സോ അതിനകത്ത് നമുക്ക് സ്ഥാനങ്ങൾ മനസ്സിലാക്കിയാൽ പോരെ. ഇത് ഒറ്റ വൺസ് പ്ലേസ്, ഇത് ടെൻസ് പ്ലേസ്, ഇത് ഹൺഡ്രഡ്സ് പ്ലേസ്, ഇത് തൗസൻഡ്സ് പ്ലേസ്, ശരിയല്ലേ? തൗസൻഡ്സ് പ്ലേസ്. 9875 എന്നാണ് നമ്മൾ വായിക്കുക, 9875. സോ 8ന്റെ പ്ലേസ് വാല്യൂ എത്രയാ? 8 × 100 ചെയ്താൽ 800 കിട്ടുന്നുണ്ടാവും. 5ന്റെ ഫേസ് വാല്യൂ മുഖവിലയാണ്, 5 തന്നെയാണ്. ഈസി ആയിട്ട് മനസ്സിലായല്ലോ. നെക്സ്റ്റ് മറ്റൊരു എക്സാമ്പിൾ പറയാണ്. മറ്റൊരു എക്സാമ്പിൾ 84,368. 84,368 എന്ന് പറയുന്ന നമ്പർ, 84368 എന്ന് പറയുന്ന നമ്പർ. ഇതിനകത്ത് നമുക്ക് വേണ്ടത് 8ന്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം, 8ന്റെ പ്ലേസ് വാല്യൂകൾ തമ്മിലുള്ള വ്യത്യാസം, വേണ്ടത്.
വ്യത്യാസം ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ, തമ്മിൽ കുറയ്ക്കണം. സോ പ്ലേസ് വാല്യൂകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടെ നമുക്ക് പ്ലേസ് വാല്യൂ അഥവാ സ്ഥാനവില എത്രയാണെന്ന് കണ്ടെത്തണം അല്ലേ, ശരിയല്ലേ? നമുക്ക് അതിന്റെ സ്ഥാനങ്ങൾ മനസ്സിലാക്കാം. ഇത് 1's പ്ലേസ് ആണെന്നറിയാം, ഒറ്റ സ്ഥാനം. ഇത് 10's പ്ലേസ് ആണ്, 3യുടെ 100's പ്ലേസ് ആണ്, 4ന്റെ 1000's പ്ലേസ് ആണ്, 8ന്റെ 10,000's പ്ലേസ് ആണ്, ശരിയല്ലേ? 10,000's പ്ലേസ് ആണ്. നമ്മൾ ഉച്ചരിക്കുന്നത് എങ്ങനെ? 84,000, 84,000. സോ 10,000 പ്ലേസ് ആണ് 8 കിടക്കുന്നത്. സോ ഇതിന്റെ പ്ലേസ് വാല്യൂ വരാൻ പോകുന്നത് 80,000. ശരിയാണല്ലോ? ഇതിന്റെ പ്ലേസ് വാല്യൂ 80,000, ഇതിന്റെ പ്ലേസ് വാല്യൂ 8. ഓക്കെ അല്ലേ? ഇതിന്റെ പ്ലേസ് വാല്യൂ 8ഉം ഈ 8ന്റെ പ്ലേസ് വാല്യൂ 80,000. ഇവർ തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ ഡിഫറൻസ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് തമ്മിൽ കുറച്ചാൽ മതി. 80,000 നിന്ന് 8 കുറയ്ക്കുക എത്ര വരുന്നുണ്ടാവും? 7,992. ശരിയാണോ? 79,992 നമ്മുടെ ആൻസർ കിട്ടുന്നത്. തമ്മിൽ കുറച്ച സംശയം വേണ്ടി നോക്കിയോ. 0 നിന്ന് 8 കുറച്ച 2 പേരും അടുത്ത് ഇവിടെ 9, 9, 9, 7, 79,992. സോ ഈ മോഡലിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ഇതേ ചോദ്യത്തിൽ 9,875-ൽ 8ന്റെ പ്ലേസ് വാല്യൂ 5ന്റെ ഫേസ് വാല്യൂയും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെ ചോദിച്ചാൽ സുഖമായിട്ട് എഴുതാൻ പറ്റില്ല. 8ന്റെ പ്ലേസ് വാല്യൂ 5ന്റെ പ്ലേസ് വാല്യൂ തമ്മിലുള്ള വ്യത്യാസം, ചോദ്യത്തിന്റെ ആശയം മനസ്സിലാക്കുക, തമ്മിലുള്ള വ്യത്യാസമാണ്. സോ 8ന്റെ പ്ലേസ് വാല്യൂ 800 ആണ്, 5ന്റെ ഫേസ് വാല്യൂ മുഖവില 5 തന്നെയാണ്. അവർ തമ്മിലുള്ള വ്യത്യാസം 800 നിന്ന് 5 കുറയ്ക്കുക എത്ര? 795. സോ ചോദ്യം ഏത് രൂപത്തിലും ചോദിച്ചോട്ടെ, ആശയം അറിയാമെങ്കിൽ പ്ലേസ് വാല്യൂ, സ്ഥാനവില എന്താണ്, ഫേസ് വാല്യൂ, മുഖവില എന്താണ് എന്ന് പറഞ്ഞ ആശയം അറിയാമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചോദ്യം എങ്ങനെ ചോദിച്ചാലും സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. സോ ബേസിക് ആയിട്ടുള്ള ആശയമാണ്. മേ ബി നമ്മൾ ഏറ്റവും ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു ആശയമാണ്. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് മേ ബി പല ആശയങ്ങൾ നമ്മൾ മറന്നുപോയി കാണൂലേ, ജീവിതത്തിന് തിരക്കിനിടയിൽ പലതും നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. സോ ആശയങ്ങളൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണ് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത്. അറിയാവുന്നവരുണ്ടായിരുന്നെങ്കിൽ വീണ്ടും പറഞ്ഞു ജസ്റ്റ് ഒരു റിഫ്രഷ്മെന്റ് പോലെ ഇത് കണ്ടാൽ മതി. സോ ഇപ്പോഴൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അടിസ്ഥാനം ഒന്ന് ഉറപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കൂടി ഓർത്തോണം. സോ പ്ലേസ് വാല്യൂ, ഫേസ് വാല്യൂ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ബേസിക് ആണെങ്കിലും നല്ലൊരു ആശയം തന്നെയാണ്. നിങ്ങൾ ഓൾ ഇന്ത്യ ലെവൽ ഉള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതാൻ പോയാൽ ഇതുമായി ബന്ധപ്പെട്ട് ബേസിക് ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് ഒരിക്കലും സിമ്പിൾ ആണ് അല്ലെങ്കിൽ ഇതൊക്കെ വേണോ എന്ന് ചോദിച്ച് തള്ളിക്കളയരുത്, മനസ്സിലാക്കി വെച്ചോളൂ, ഫ്യൂച്ചറിൽ ഗുണം ചെയ്യുന്നുണ്ടാവും.